വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി പ്രഥമനാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരു ഒരു ബൗളിലെടുത്തു, അരിപ്പൊടി, റാഗിപ്പൊടി, ശർക്കരപ്പാനി, ചുക്കുപൊടി, തേങ്ങ അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്ക, ജീരകം പൊടിച്ചത്, നെയ്യ്, കപ്പലണ്ടി, 1 തേങ്ങാപ്പാൽ, 2 തേങ്ങാപ്പാൽ, 3 തേങ്ങാപ്പാൽ. നമ്മളിനി ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ഓൺ ചെയ്തു കുക്കർ എടുത്ത് അടപ്പിൽ വെച്ചു. ചക്കയരിയും അതിനോടുകൂടെ വെള്ളവും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. നമ്മളിത് അടച്ചു. 2 വിസിൽ കേൾക്കുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ചക്കക്കരി വെന്തു. ഇത് നമ്മൾ മാറ്റി വെച്ച് അത് പൊളിക്കുകയാണ്. പൊളിച്ച ചക്കയരി നമ്മൾ മിക്സിക്കകത്തിട്ട് പേസ്റ്റ് ആക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു, പാൻ അടുപ്പിൽ വെച്ചു. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വറുത്തെടുക്കുകയാണ്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കുക. ചീനച്ചട്ടി ഏകദേശം ചൂടായി. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്ക്കകത്താണ് ഇത് നമ്മൾ വറുത്തെടുക്കുന്നത്. നെയ്യ് നല്ലവണ്ണം ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ആദ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ബ്രൗൺ കളറായി നമ്മളിന്നത് വേറൊരു പാത്രത്തിലേക്ക് കോരുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കശുവണ്ടിപ്പരിപ്പ് നമ്മൾ വറുക്കാനായിട്ട് ഇട്ടു. അതും ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ കോരിയെടുക്കുക. ബ്രൗൺ കളറായി നമ്മൾ പാത്രത്തിലേക്ക് കോരുകയാണ്. നമ്മൾ കിസ്മിസ് ഇട്ടു. അതും ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുക. ബ്രൗൺ കളറായി നമ്മൾ പാത്രത്തിലെടുക്കുകയാണ്. നമ്മൾ അടുത്തായിട്ട് കപ്പലണ്ടി ഇടുക. അതും ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കോരിയെടുക്കുക. അടുത്തതായിട്ട് ഇത് തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മൾ ചക്കക്കുരു പ്രഥമൻ നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശർക്കര പാനി ഒഴിക്കുക. ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 1 കിലോയോളം നമ്മളിതിന് ചേർക്കുന്നുണ്ട് ശർക്കര. അതിൻ്റെ കൂടെ നമ്മൾ 3 പാലാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. തേങ്ങ പാൽ 3 പാലാണ് ഇപ്പോൾ അത് ശർക്കര പാനിയോടുകൂടെ ചേർത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ലതായിട്ട് ഇളക്കണം. ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ ചക്കക്കുരു പേസ്റ്റ്
അതിലേക്ക് ഇടുകയാണ്. അത് നല്ലോണം ഇതിലൂടെ മിക്സ് ആവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. ഏകദേശം ഇതിനകത്ത് മിക്സായി. നമ്മളെടുത്ത് വെച്ചിരുന്ന അരി തേങ്ങാപ്പാലിൽ മിക്സാക്കി നല്ലോണം മിക്സാക്കി ഒഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ പൊടി ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ട് തേങ്ങാപ്പാലിൽ അത് നല്ലോണം മിക്സാക്കി കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. ഇത് നമ്മൾ ഇളക്കുക. വീണ്ടും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റാഗിപ്പൊടി തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആവണം. എന്നിട്ടതും ഒഴിക്കുക. വീണ്ടും നല്ലപോലെ ഇളക്കുക. ഇളക്കി കുറുകി വരുന്ന സമയം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇതെല്ലാം കൂടെ നല്ലവണ്ണം തിളച്ചു. അതിൻ്റെ കൂടെ നമ്മളിനി ചുക്കുപൊടിയും ഏലക്കപ്പൊടി, ജീരകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി നമ്മൾ ഇളക്കുക. അങ്ങനെ ഇളക്കിയിട്ട് കപ്പലണ്ടി, കശുവണ്ടിപ്പരിപ്പ്, കശുവണ്ടിപ്പരിപ്പ് ഇത് രണ്ടും ഇട്ട് പിന്നെ നമ്മൾ നല്ലവണ്ണം ഇളക്കുക. നമ്മളിവിടെ വറുത്ത് വെച്ചിരുന്ന കിസ്മിസും ഈ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഫസ്റ്റ് പാലാണ് നമ്മളിതിൽ ചേർക്കുന്നത്. 1-ാം പാലായിട്ട് നമ്മൾ ഇനി ചേർക്കുക. ലാസ്റ്റ് ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കുക. കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി ഇളക്കി ഒന്ന് കുറുകി വരുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പ്രഥമൻ ഏകദേശം റെഡിയായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചക്കക്കുരു പ്രഥമൻ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണും വരെയും എല്ലാവർക്കും ബൈ ബൈ.